ഇസ്രയേൽ ഇറാൻ സംഘർഷം അഞ്ചാം ദിവസവും തുടരുകയാണ്. ടെൽ അവീവിലും ടെഹ്റാനിലും പ്രത്യാക്രമണം നടക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നേരിട്ടുള്ള ഇടപെടലുമായി അമേരിക്ക. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ്. ഇറാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ. ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണെന്നറിയാം. ഇപ്പോൾ വധിക്കാൻ ആലോചനയില്ലെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ കുറിച്ചു. അതിനിടെ പടക്കപ്പലിന് പുറമെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നീങ്ങുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സായ്കുമാർ നൽകും വിശദാംശങ്ങൾ. സായ്കുമാർ, ഒരു മുന്നറിയിപ്പുമായി ട്രംപ് കൂടി ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണെന്ന് കൃത്യമായി അറിയാം. പക്ഷേ തൽക്കാലം ഒരു ആക്രമണത്തിലേക്കില്ല. പക്ഷേ നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഈ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്നു. ഈ ചർച്ചയിൽ, ഈ വെടിനിർത്തലിനായുള്ള ചർച്ചയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അത് എത്രമാത്രം ഫലം കാണും സായ്കുമാർ ഈ ഘട്ടത്തിൽ? ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ട്രംപിന്റെ ഈ ഒരു പ്രതികരണം അത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുകയാണ്. നേരിട്ട് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന, ഇറാനെതിരെ നടത്തുന്ന ഈ ആക്രമണത്തിൽ അമേരിക്ക കൂടി പങ്കുചേരുകയാണോ എന്ന് സംശയം ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇറാന്റെ ആകാശത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്. അതായത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിൽ ഇറാന്റെ ആകാശം പൂർണ്ണമായും നിയന്ത്രണത്തിലായി എന്ന് പറയുമ്പോൾ ഈ ആക്രമണത്തിൽ ഇസ്രയേലിനെ സഹായിച്ചത് അമേരിക്ക തന്നെയാണ് എന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കൂടിയുള്ള ഒരു സമ്മതം വരികയാണ്. അതോടൊപ്പം ട്രംപ് വളരെ കൃത്യമായി പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ, എന്നിട്ട് കൃത്യമായി അതിൽ ബ്രാക്കറ്റിൽ കിൽ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഞങ്ങൾക്ക് പ്ലാനില്ല, തീരുമാനമില്ല. പക്ഷേ ഇസ്രയേലിലെയോ അമേരിക്കയിലെയോ സാധാരണക്കാരായ ആളുകളെയോ മിലിറ്ററി ഓഫീസേഴ്സിനെയോ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന വലിയ ഒരു മുന്നറിയിപ്പ് അതിൽ കൊടുക്കുന്നു. തൊട്ടുടനെ തന്നെ അടുത്ത പോസ്റ്റിൽ നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്ന മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതായത് അമേരിക്ക കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റ്. G7 ഉച്ചകോടിയിൽ നിന്ന് ആ യോഗം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിയ ട്രംപ് ഇതിലൊരു വെടിനിർത്തലിൻ്റെ ചർച്ചകളിലേക്ക് മധ്യസ്ഥനായി പോകുന്നു എന്നായിരുന്നു ലോകം ആദ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത്. പക്ഷേ ട്രംപ് തന്നെ അത് തിരുത്തുന്നുണ്ട്. വെടിനിർത്തൽ ചർച്ചയ്ക്കായിട്ടല്ല താൻ പോകുന്നത്. അങ്ങനെ വരുന്ന വാർത്തകൾ തെറ്റാണ്, പ്രതികരണങ്ങൾ തെറ്റാണ്. തൻ്റെ ഉദ്ദേശം അതിലും വലുതാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവസാനമാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇസ്രയേലിനൊപ്പം ചേർന്ന് പൂർണ്ണമായി ഇറാനെ ഒരു സർവനാശത്തിലേക്ക് എത്തിക്കുകയാണോ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം ഒരു പടക്കപ്പലാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നീങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളടക്കം പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ അധ്യക്ഷതയിൽ അമേരിക്കയിൽ അവരുടെ സുരക്ഷാ കാര്യസമിതി യോഗവും ചേരുന്നു. അതിനുശേഷം എന്താണ് അമേരിക്ക എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് പ്രധാനമാണ്. നേരത്തെ ഇറാൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക കൂടി ഇതിൽ പങ്കുചേർന്നാൽ അവരുടെ സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലായുണ്ട്, അവിടങ്ങളിൽ തങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇറാനും നൽകിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇതിൽ വരികയാണെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും. ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇറാന് പിന്നിലും അണിനിരന്ന അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ രാത്രി ഇപ്പോഴും ഇസ്രയേലും ഇറാനും പരസ്പര പ്രത്യാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ടെൽ അവീവിലും ടെഹ്റാനിലും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് വന്ന അവരുടെ പ്രധാനപ്പെട്ട റോക്കറ്റുകളൊക്കെ പ്രതിരോധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ഇറാനും അവകാശപ്പെടുന്നു. മൊസാദിൻ്റെ ടെഹ്റാനിലെ ടെൽ അവീവിലെ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുന്നുമില്ല. മറിച്ച് ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക നേതാവിനെ വധിച്ച ഒരു കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആൾനാശം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആക്രമണം തുടരുക തന്നെയാണ്. വെടിനിർത്തലിൻ്റെ ഒരു സൂചനയും വരുന്നില്ല. ചൈന അടക്കം ഈ വിഷയത്തിൽ ഇന്ന് പരസ്യമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UAE കൂടി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം വ്യക്തമാണ്. യുദ്ധം തുടരുമ്പോഴും ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതും ആശങ്കയുണർത്തുന്ന കാര്യം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.